ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനോട് സംസാരിച്ച് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ പോയിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു രേവതി. സച്ചേട്ടൻ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഒരു ഫോണല്ലേ, അത് നമുക്ക് വേറെ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതല്ല രേവതി, അതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ചോദിച്ചു, പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് പറയാൻ പറ്റത്തില്ലല്ലോ സച്ചിക്ക്. എന്താ സച്ചേട്ടാ പ്രശ്നം പറയാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, എന്നെ സ്ഥിരം ട്രിപ്പ് വിളിക്കുന്ന കുറേ പേരുടെ നമ്പർ ഉണ്ടെന്ന്. ട്രിപ്പ് ബുക്ക് ചെയ്യുന്നവരൊക്കെ ആ നമ്പറിലേക്ക് വിളിക്കുക. അതാ പ്രശ്നം. സച്ചേട്ടാ ചുമ്മാ ടെൻഷനാവാതെ അതേ നമ്പറിൽ നമുക്ക് വേറൊരു സിം മേടിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. വർഷ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അയ്യോ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വിഷമിക്കാതെന്നേ, നമുക്ക് പുതിയ നല്ലൊരു ഫോൺ തന്നെ വാങ്ങിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന. ശരിയെന്ന് പറഞ്ഞു. എന്നാലും തപ്പോട് തപ്പാണ്. രേവതി അങ്ങ് അനങ്ങിയപ്പോൾ അപ്പം എന്തിനാ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്നത്? സച്ചേട്ടൻ എവിടെ പോവാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ പുന്നാരംകുന്ന് ദേവീക്ഷേത്രത്തിൽ പോവാണെന്ന് പറഞ്ഞു. ഫോൺ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. ഞാനും കൂടെ വരട്ടെ. അന്നേരം ട്രിപ്പ് പോകുന്നതാണ് രേവതി, കുറച്ച് ദൂരെ അത്, നാളെ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ അയ്യോ സച്ചേട്ടൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഫോൺ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ രേവതി അതൊന്നും വേണ്ട, പൂവിന് ഓർഡർ തരാൻ വേണ്ടി കസ്റ്റമേഴ്സൊക്കെ വിളിക്കത്തില്ലേ, അപ്പോൾ നിൻ്റെ കച്ചവടം ഇല്ലാണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ സച്ചേട്ടനെ വിളിക്കും, സച്ചേട്ടൻ എവിടെയാ എങ്ങനെയാ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ ഇവിടെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഫാമിലിയും കൊണ്ടാണ് നീ പോകുന്നത്, ഞാൻ അവരുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ ഫോണൊന്നും കയ്യിലില്ലാത്തൊരു വിഷയമല്ലെന്നേ, അതിലുള്ളത് കണ്ടാലാ എന്ന് സച്ചി പറയുമ്പം രേവതി ഇങ്ങനെ നോക്കി. അല്ല അതിലെന്താ ഉള്ളത് എന്ന് രേവതി ചോദിച്ചു കേട്ടോ. അല്ല കണ്ടാലിപ്പോൾ എന്താ കുഴപ്പം, എന്താ പ്രശ്നം? എന്താ സച്ചേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറ സച്ചേട്ടാ. അല്ല അത് പിന്നെ അതിനകത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നില്ലേ, അപ്പോൾ അതാരെങ്കിലും കണ്ട, അപ്പോൾ ആ ഫോട്ടോസ് കണ്ടാൽ എന്താ കുഴപ്പം, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിച്ചു. ശരി ഞാനൊന്ന് ഇറങ്ങും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ധൃതി പിടിച്ചങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുക. അപ്പോൾ അച്ഛാ ഞാനൊരു ട്രിപ്പ് പോവാം, നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞു സച്ചി. നിൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, ഈ ഫോൺ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ ആവശ്യം വരും എന്ന് സച്ചി പറയണു. അപ്പോൾ എടാ അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാനായിട്ട് ഇവിടെ ഫോണുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് ആരും വിളിക്കാനും ഇല്ല, ഇത് നീ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട അച്ഛാ എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധിക്കും അച്ഛൻ. അപ്പം വേണ്ട അച്ഛാ, ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫോണിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് സച്ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. എടാ അതൊക്കെ ശരിയാവുമോടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വിളിച്ചോളാം അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ, ശ്രദ്ധിച്ച് പോണോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മോനെ പറഞ്ഞു അയച്ചു. രേവതി സച്ചേട്ടനെ യാത്രയാക്കും. അപ്പോൾ സച്ചേട്ടൻ എന്താ പറ്റിയത്? സച്ചേട്ടൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ കാണുന്നുണ്ടല്ലോ. ഒന്നും പറ്റിയൊന്നുമില്ലല്ലോ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? എന്ത് ടെൻഷനൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ എന്നെ ഒന്ന് വിളിച്ചേക്കണേന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം രേവതി, എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോയി. രേവതി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ സച്ചേട്ടനെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ രേവതി അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. അപ്പോൾ രേവതിയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് രേവതിക്ക് പരിചയമുള്ളൊരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ്റെ ഫോൺ കാണാനില്ല, ദൂരേക്കൊരു ട്രിപ്പ് പോയിരിക്കുകയാണെന്നും കയ്യിൽ ഫോണും ഇല്ല എന്ന് പറഞ്ഞു. കൂടെ കെട്ടിയവനെ വിളിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ വിഷമമല്ലേ എന്നാൽ ചേച്ചി ചോദിച്ചു. ടാക്സി സ്റ്റാൻഡിൽ വന്നിട്ട് വിളിക്കുന്നവരൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്, എല്ലാവരും ഫോണിലാണ് വിളിക്കുന്നത്, ഫോണില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. സച്ചേട്ടന് ഒരു ഫോൺ വാങ്ങിച്ച് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, കാശ് എൻ്റെ കയ്യിലുള്ളത് തികയുന്നില്ല എന്ന് പറഞ്ഞപ്പം ഒരു ഫോൺ വാങ്ങിക്കാൻ നിൻ്റെ കയ്യിൽ കാശില്ല രേവതി, ബാങ്കിലും കുണ്ടികയിലൊക്കെ ഉണ്ട്, പക്ഷേ അതെടുത്താൽ ശരിയാവത്തില്ല, ഒരു നല്ല ഫോൺ വാങ്ങാനായിട്ട് ചുരുങ്ങിയത് ഒരു 12,000 രൂപയെങ്കിലും വേണമെന്നാണ് ദേവു പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ പൂ കൊടുത്തതും കടം കൊടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കാശ് എനിക്ക് കിട്ടാനുണ്ടേ, പിന്നെ അതൊക്കെ ഒന്ന് വാങ്ങിക്കണമെന്നും അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്നും രേവതി പറയാം. എന്നാൽ ശരി ചേച്ചി, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ, ഒന്നും തോന്നില്ല, നീ എനിക്ക് കടം തന്ന കാശല്ലേ ചോദിക്കുന്നേ, അതിനെന്തിനാ നീ ഇങ്ങനെ മടിക്കുന്നേ? ഞാൻ തന്നെ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു, ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞാൽ ചേച്ചി രേവതിക്ക് ആ പൈസ കൊടുത്തു. അപ്പം ആ പൈസ മൊത്തം കൊടുത്തപ്പോൾ ഇത്രയും പൈസ എനിക്ക് വേണ്ട ചേച്ചി, കുറച്ച് കാശ് മതി, ബാക്കി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു, ബാക്കി ഞാൻ കിട്ടാവുന്നിടത്തുനിന്ന് മേടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞാൽ ചേച്ചി അങ്ങോട്ടേക്ക് പോയി, രേവതി ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി ശരത്തിനെ വിളിക്കും. അപ്പോൾ ശരത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. എടാ സച്ചേട്ടൻ്റെ ഫോൺ കാണുന്നില്ല, പുതിയൊരു ഫോൺ വാങ്ങിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. സച്ചേട്ടൻ്റെ ഫോൺ കാണാതായത് ഞാൻ അറിഞ്ഞുവെന്നും ദേവി ചേച്ചി എന്നോടത് പറഞ്ഞുവെന്നും ശരത്ത് പറയാട്ടോ. ഫോൺ ഏത് കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കുക, ഏതാടാ നല്ല കട എന്നൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് മേടിച്ചാൽ മതിയോ? ശരി, നീയും കൂടി എൻ്റെ കൂടെ ഒന്ന് വരുമോ, ഒന്ന് വരാവോ
നിനക്ക് ഫോണിനെക്കുറിച്ചൊക്കെ അറിയാലോ. അപ്പം ഞാൻ കുറച്ച് ദൂരെ ചേച്ചിയുള്ളത്, ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുക, 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പം മതി, ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്ക് കുറച്ച് പൂക്കൾ കൂടി കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പോഴത്തേക്കും സച്ചി വിളിച്ചു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, കാറിൽ യാത്രക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ, ഞാനിവിടെ അടുത്ത ഡ്രൈവറോട് ഫോൺ മേടിച്ച് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ എന്താ ഭക്ഷണം കഴിക്കാത്തേ എന്ന് ചോദിച്ചു രേവതി. ഞാൻ പിന്നെ കഴിച്ചോളാം, നീ പുറത്താണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ സച്ചേട്ടനെ വിളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായതെന്ന് രേവതി പറയുമ്പോൾ എനിക്കും എന്തോ പോലെ തോന്നി രേവതി, ഇത്രയും സമയമൊന്നും നമ്മൾ സംസാരിക്കാതിരുന്നിട്ടില്ലല്ലോ. അതെ സച്ചേട്ടാ. പിന്നെ രേവതി, അതെ ഫോൺ എവിടെയാണ് വെച്ചതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു, അത് ഓർമ്മ കിട്ടി എന്ന് സച്ചി പറഞ്ഞു. എവിടെയാണ് വെച്ചത്? അത് പിന്നെ അപ്പോൾ കോട്ടിൻ്റെ പോക്കറ്റിലാണ് വെച്ചതെന്ന് പറഞ്ഞു. അന്നേരം സച്ചേട്ടാ, കോട്ടിൻ്റെ പോക്കറ്റിലൊന്നും ഫോണില്ലായിരുന്നല്ലോ, നമ്മളതെല്ലാം നോക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ആ കോട്ടിൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഇട്ടിട്ടുള്ളത്, ഹോട്ടലിൽ വേറെ എവിടെയും ഞാൻ ഫോൺ വെച്ചിട്ടില്ല എന്ന് സച്ചി പറയുമ്പോൾ അപ്പോൾ അത് കാറിൽ കയറുന്നതിനിടയിൽ എവിടെയെങ്കിലും വീണ് പോയതായിരിക്കുമോ? അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല, എൻ്റെ പോക്കറ്റിൽ നിന്ന് ആരോ ഫോൺ എടുത്തതാണെന്ന് പറഞ്ഞു. ബെസ്റ്റ്, ഫോൺ എടുക്കാനോ? ആര് ഫോൺ എടുക്കാനാണെന്ന് ചോദിച്ചപ്പം ആരെടുത്തു എന്ന് അറിയാമായിരുന്നെങ്കിൽ ഇടിച്ചവൻ്റെ എല്ലോ ഇടിച്ചിട്ട് ഞാൻ ആ ഫോൺ മേടിക്കത്തില്ലായിരുന്നു രേവതി. ആരാണത് എടുത്തതെന്ന് അറിയത്തില്ലല്ലോ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും അറിയത്തില്ലല്ലോ. എന്തായാലും ഞാൻ അന്വേഷിച്ച് നോക്കാമെന്ന് സച്ചി പറയുമ്പോൾ അതൊക്കെ വിടച്ചും അതിൻ്റെ പുറകെ ഒന്നും ഇനി പോവണ്ടെന്ന് രേവതി പറയൂ കേട്ടോ. നിന്നോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് സച്ചി രേവതിയോട് പറയാം. എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ അവിടം വരെ പോവേണ്ടി വന്നല്ലേ, ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നിട്ടും അതൊന്നും മനസ്സിലായില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം യാത്രയിലുടനീളം നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കാർ യാത്രക്കാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കേട്ടതുപോലും ഇല്ല എന്നും സച്ചി ഇങ്ങനെ പറയാം. പിന്നെ നിന്നെ കൂടെ വിളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നു, പിന്നെ സ്വയം അങ്ങ് സമാധാനിച്ചു, നീ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ചുമ്മാ എന്നെ ഓഫാക്കാൻ നിൽക്കല്ലോ കേട്ടോ സച്ചേട്ടാ. ഞാൻ ട്രിപ്പ് പോകുന്നതിന് ശേഷം അച്ഛൻ എന്നാ പറയുന്നു എന്ന് സച്ചി ചോദിക്കുമ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ സംസാരം എല്ലാം കഴിഞ്ഞ് ഫോണൊന്ന് കട്ട് ചെയ്തു. പിന്നെ രേവതി ഫോൺ മേടിക്കാനായിട്ട് കടയിൽ ചെന്നു. അപ്പോൾ ശരത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഫോൺ നോക്കുക. അപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഒരു 10-12,000 രൂപ വരുന്നൊരു ഫോൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടയിലുള്ളവൻ ഞാൻ ദേവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതിനോട് തന്നെ വീഡിയോ അവിടെ ലീക്കായി, അത് ആ വീഡിയോയിലുള്ള പയ്യനല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതേലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ശരത്തി നോക്കുക. അപ്പോൾ ഇതിനെത്ര വരുമെന്ന് ശരത്തി ചോദിച്ചു. ഇത് 11,500 രൂപ വരും, ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ഫോണാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഫോൺ ഇതാ, അപ്പോൾ ഈ ഫോണിന് എത്ര വരും എന്ന് ചോദിച്ചു. അങ്ങനെ റേറ്റൊക്കെ പറയാം. അപ്പോൾ നീ ഈ വീഡിയോ നോക്കിയേ, പട്ടാപ്പാലം കാശടിച്ച് മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ചെയ്ത് നമുക്ക് ഈ ഫോൺ എടുക്കാമെന്ന് ശരത്ത് പറയുന്നു. അപ്പോൾ ഇതൊന്നും ഇവരറിയുന്നില്ല കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, അപ്പോൾ എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ എനിക്ക് ഇഷ്ടമായ സച്ചേട്ടനും ഇഷ്ടമാവും എന്ന് പറഞ്ഞു. ഇതെത്ര റേറ്റ് വരുന്നു? അപ്പോൾ ഇതിന് 12,000 രൂപ വരുമെന്ന് പറഞ്ഞു. അയ്യോ അത് കൂടുതലല്ലേടാ എന്ന് ചോദിച്ചു കേട്ടോ. സാരമില്ല, സച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ, ഇതെടുക്കാം. അപ്പോൾ ചേട്ടാ ഈ ഫോൺ എടുത്തോ, അപ്പോൾ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഈ ഫോണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ശേഷം പിന്നെ ഫോൺ പാക്ക് ചെയ്ത് അങ്ങ് കൊടുത്തും വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോ വൈറലല്ലേ, ഇവനെ പോലീസ് പൊക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ പോലീസുകാർ അവനെ പിടിക്കും എന്നൊക്കെ പറയുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മീരയും ശ്രുതിയും കൂടി അവിടെ നിന്ന് ഈ വീഡിയോയെ പറ്റി പറയാം. രേവതിയുടെ അനിയൻ്റെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കണ്ടേന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി ഇത് കണ്ടു. അയ്യോ, ശ്രുതിയുടെ സന്തോഷം കാണണമായിരുന്നു, ഭയങ്കര സന്തോഷം. നീ ആ കമൻസൊക്കെ ഒന്ന് നോക്കിക്കേ, എല്ലാവരും അവനെ തെറി വിളിക്കുക. അപ്പോൾ പാവം എന്ന് മീര പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവോ, സ്വന്തം ചേച്ചിയുടെ അമ്മായിമ്മയുടെ കാശ് അവൻ മോഷ്ടിച്ചത്, അവൻ പാവമൊന്നും അല്ല, ശരിയായ ക്രിമിനലാണെന്നൊക്കെ ഇവള് പറയാ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവൻ മോഷ്ടിക്കുന്നേ, നീ വിചാരിച്ചതുപോലെ വീഡിയോ വെളിയിൽ വന്നു. നവീൻ ദാസിനെ അവൻ അകത്ത് പൂട്ടുകയും ചെയ്തു, ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മീര. സന്തോഷമായി എനിക്ക്, പിന്നെ എല്ലാ പ്രശ്നവും അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞപ്പം നിനക്ക് സന്തോഷിക്കാൻ ബാക്കിയായി. ഈ വീഡിയോ റിഫ്ലക്ഷനെ വീട്ടിലെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പം അത് ഊഹിക്കാവുന്നതേ ഉള്ളൂല്ലോ എന്ന് നമ്മുടെ ശ്രുതി അന്നേരം പറയാം. രേവതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്നാലും അവളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവൾക്ക് അമ്മായിയമ്മ ശിക്ഷ കൊടുക്കും, നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ സച്ചിയും രേവതിയെയും ആൻറ്റി ആ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇന്ന് തന്നെ നീ നോക്കിക്കോളാൻ പറഞ്ഞു. ആ പയ്യൻ ചെയ്ത തെറ്റിന് അവർ രണ്ടുപേരും എന്ത് പഴച്ചു, അവർ പാവങ്ങളല്ലേ എന്ന് മീര ചോദിക്കുമ്പോൾ എൻ്റെ ഇത് നീ തല്ലു മേടിക്കും കേട്ടോ, നീ എന്തിനാ ഏത് നേരം അവരെ ഇങ്ങനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നേ, ഞാനിതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അവർ രണ്ടുപേരും വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് മനസമാധാനം കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക. പിന്നെ ആ ഫോണിൻ്റെ കാര്യം, ആ ഫോൺ നമ്മൾ നശിപ്പിച്ചില്ലേ, പിന്നെ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കണ്ട, വർഷയുടെ അച്ഛനും അമ്മയും വീഡിയോ കാണുമല്ലോ, പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും.
നീ സുധിയുടെ കൂടെ സുഖിച്ച് ജീവിക്കാനല്ല വീട്ടിലേക്ക് ചെന്ന് കയറിയത്, എന്നിട്ടാ നീ ആ കുടുംബം കുളം തോണ്ടാണല്ലേ എന്ന് ചോദിച്ചു. എനിക്കെതിരെ വരുന്നത് ആരാണെങ്കിലും വെട്ടി വീഴ്ത്തും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മീരയോട് പറയാട്ടോ. എൻ്റെ വിവരം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട്ടിലുണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു വയ്ക്കേ. പിന്നെ സുധിയും ഒന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ അവരുടെ കാര്യം അങ്ങനെയല്ല, അവർ അവസാനിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ശ്രുതി ഈ ഫോണുമായിട്ട് നേരെ അവിടുന്ന് സുധിയെ കാണാൻ ഷോറൂമിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഇതൊന്ന് കണ്ടു നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വീഡിയോ കാണിക്കാൻ നോക്കാം. അപ്പോഴത്തേക്ക് സുധിക്ക് പേടി, എൻ്റെ ദൈവം ഇനി എന്നായിരിക്കും അടുത്ത പ്രശ്നം, എല്ലാവരും വല്ലതും പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കാം. ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാനത് കാണണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ കാണാനല്ലേ പറയാം, കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി നിർബന്ധിച്ച് ശ്രുതിയെ കൊണ്ട് ആ വീഡിയോ കാണിപ്പിക്കാം. അപ്പോൾ അമ്മയല്ലേ നടന്നു വരുന്നതെന്ന് ചോദിച്ചു. അമ്മയാ നടന്നു വരുന്നത്. അപ്പോഴത്തേക്കും ഇവർ ബൈക്കിൽ വരുന്നതും പൈസ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നതും പോകുന്നതും എല്ലാം ഇങ്ങനെ പറയാം. അപ്പോൾ ലാസ്റ്റ് ഈ നമ്മുടെ ശരത്തി ഹെൽമെറ്റ് പൊക്കുന്നത് വരെ കണ്ടു. അപ്പോൾ അമ്മയുടെ 1 ലക്ഷം രൂപ അന്ന് മോഷണം പോയെന്ന് പറഞ്ഞ് ഇവനാണോ എടുത്തത്? അതേ ശ്രുതി, അവൻ തന്നെയാണ് എടുത്തത്, കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി വലിയ ഇതാവുക. അല്ല, ശ്രുതിക്ക് ഷോക്കായില്ലേ? പിന്നെ ഷോക്കാകാതെ ഞാൻ എന്ത് കാഴ്ചയായി കാണുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളുമായിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഓട്ടോയിലിങ്ങ് പോരുമ്പോൾ അപ്പോഴേ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ കണ്ടത്. ആണല്ലേ ഇന്ന് ശ്രുതി? അതെ, കോളേജിലൊക്കെ പഠിക്കുന്ന പയ്യനല്ലേ അവൻ, ഇപ്പോൾ കോളേജിലൊന്നും പോവാതെ കറങ്ങി നടന്ന് ഇതാണല്ലേ അവൻ്റെ പണിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി വലിയ ആട് കളിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അച്ഛൻ്റെ കാശെടുത്തുകൊണ്ട് ഞാൻ ഓടിയെന്നും പറഞ്ഞ് സച്ചി എന്നെ കുത്താത്ത ദിവസങ്ങളില്ല, ഇത് എനിക്കൊരു ആയുധമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ കിടന്ന് ഓരോന്ന് പറയുമ്പോൾ ശ്രുതി ഇതൊക്കെ കണ്ട് ഇങ്ങനെ അന്തസ്സായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.